ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് യൂഷ്വലായിട്ട് എനിക്ക് പുറത്തിരുന്നിട്ട് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മഴക്കോളുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവിടെ എന്തൊക്കെയോ പണികളും മരം വെട്ടലും എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ശബ്ദമൊക്കെ വരുന്നുണ്ട്. അഥവാ ഈ ഒരു സൗണ്ടുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ ഈ മുറിയിൽ വെട്ടമുണ്ടോ, കുറച്ച് നേരം മുന്നേ വരെ അത്യാവശ്യം വെട്ടം ഉണ്ടായിരുന്നേ. പിന്നെ പുറത്ത് എനിക്കൊരു മഴക്കോൾ സംഭവം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോട്ട്ബുക്ക് മൂവിയെ കുറിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് മെമ്മറീസാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ട് ഇൻസിഡൻസ് കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നാം. എനിവേ ഇതൊരു ഫണ്ണാണ് കേട്ടോ. ഞാനതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് കട്ടായത്, റീയൂസ്ഡ് കണ്ടന്റ് വന്നതും പിന്നെ മൂവി ക്ലിപ്സ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നോട്ട്ബുക്ക് മൂവി ആയിരുന്നു കേട്ടോ. കുറേ പാർട്സ് ആക്കിയിട്ട് നല്ല സ്ക്രീനൊക്കെ വലുതാക്കി ഞാൻ അങ്ങോട്ട് ഇട്ടത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിനകത്തുനിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്ട്രൈക്ക് എത്ര എണ്ണം എനിക്ക് കിട്ടി, അതെങ്ങനെ എൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്തു, പിന്നെ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചതെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ നോട്ട്ബുക്ക് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ടിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. സോ അപ്പോൾ അതിലെ കുറച്ച് എൻ്റെ ലൈഫിലുള്ള കുറച്ച് മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സ്ട്രൈക്ക് തന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു മൂവി മോശമാണെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇത് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. കാരണം എൻ്റെ ഭാഗത്താണല്ലോ തെറ്റ്. ഞാൻ ഫെയർ യൂസ് പോളിസി ഒന്നും അനുസരിക്കാത്ത രീതിയിലൊക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോ പ്രോബ്ലം. 2006 ബോബി സഞ്ജയുടെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് നോട്ട്ബുക്ക്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം ഉദയനാണ് താരം, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ചിത്രമായിരുന്നു ഈ ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് ടൈമാണ്, അതായത് ഒരു സ്കൂൾ ടൈമൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലും വരുന്ന മൂവീസ് കുറേ കപ്പിൾ സ്റ്റോറികൾ, അല്ലെങ്കിൽ കുറച്ച് ലവ് സ്റ്റോറികൾ, അല്ലെങ്കിൽ കുറേ മസാല പടങ്ങൾ. തമിഴിലൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് വിജയുടെയൊക്കെ കുറേ പടങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ പ്രായത്തിലുള്ള 3 പെൺകുട്ടികളുടെ കഥ പറയുന്ന ഒരു ചിത്രം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂവി ഇറങ്ങിയ സമയത്ത് അതിലെ സോങ്സുകളെല്ലാം തന്നെ ഹിറ്റായിരുന്നേ. ശരിക്കും ഒരു AR റഹ്മാൻ സോങ്സ് ഒക്കെ കേൾക്കുന്ന ആ ഒരു രീതിയിലുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് കൂടുതലും സ്ട്രൈക്ക് ചെയ്തത് ചെങ്ങാതിക്കൂട്ടം വന്നേ കൊട്ടും പാട്ടുമായി ചിങ്ങാലി പോരു വേഗം, ആ ഒരു പാട്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവർ ആ ഒരു സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുന്നതും അവരുടെ യൂണിഫോം ഒക്കെ എടുത്ത് എറിയുന്നതും ആ ഒരു ഡാൻസും അവരുടെ വെക്കേഷൻ മൂഡും അതൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഈ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു പാട്ടും അതിൻ്റെ താളവും ഡാൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പ്രത്യേകിച്ച് എനിക്ക് റോമിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഒത്തിരി പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂവി എന്ന് കേട്ടോ നോട്ട്ബുക്ക്. ഇപ്പോഴും ഫ്ലവേഴ്സിലൊക്കെ അത് അവൈലബിൾ ആണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വരും, ഞാനത് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പൂജ, സേറ, ശ്രീദേവി, അങ്ങനെ 3 പെൺകുട്ടികൾ. അവർ 3 പേരും എന്താ പറയുക +2 +1 ആ ഒരു ടൈമിൽ പഠിക്കുന്നു. ശരിക്കും ഒരു മൂവി ഡിസ്കസ് ചെയ്യുന്നത് സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ കുട്ടികളോട് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, പിന്നെ സ്കൂളിലൊക്കെയുള്ള ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് അവരെങ്ങനെ മറ്റു കുട്ടികളെ അവരുടെ ആ ഒരു പെരുമാറ്റം എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സ്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കും, അതിനെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചിത്രമാണിത്. ശരിക്കും ഈ ഒരു മൂവി കൊച്ചു കുട്ടികൾ പോലും കാണേണ്ട ഒരു മൂവിയാണ് കേട്ടോ. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു മൂവിയാണ്. എനിക്ക് റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ളതും ഈ ഒരു മൂവി തന്നെയാണ്. ശരിക്കും ഈ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ യൂട്യൂബോ ഫോണോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ കൂടുതലും മൂവിയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് വനിത, ഗൃഹലക്ഷ്മി പോലുള്ള മാധ്യമങ്ങളിലൂടെയും പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഇവരുടെ ഇൻ്റർവ്യൂസും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു പാട്ട് കണ്ടപ്പോൾ തന്നെ അടിപൊളിയാണല്ലോ ഈ മൂവി, എങ്ങനെ ഉണ്ടായിരിക്കുമെന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെക്കാളും മുതിർന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഇങ്ങനെ മൂവീസൊക്കെ വരുന്ന സമയത്ത് ഇന്ന മൂവി നല്ലതാണോ അല്ലെങ്കിൽ കൊള്ളത്തില്ലയോ എന്നൊക്കെ അവർ അഭിപ്രായം പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവി എത്രത്തോളം കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻ്റാണിത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറഞ്ഞു ഇല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയുടെ അത്രയൊന്നും ഇല്ല, രണ്ടാമത്തെ മൂവി അത്ര വലിയ രസമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചിലർ പറഞ്ഞില്ല, ഇതൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടൻ്റാണ് ഇതിനകത്ത് പറയുന്നത്, ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെയുള്ള ഒരു അടിപൊളി മൂവിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിതിങ്ങനെ എന്തായിരിക്കും ഈ മൂവി അല്ലെങ്കിൽ ഇത് കാണാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് നമ്മുടെ കസിൻ ചേച്ചിമാരുടെ കയ്യിലുണ്ടല്ലോ ഈ വനിതയും ഗൃഹലക്ഷ്മിയും ഒക്കെ വരുത്തുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഈ വനിതയാണ് മിക്കപ്പോഴും, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ആ ഒരു സ്മെല്ല് ഓർമ്മയുണ്ട്. വനിതയുടെ ഓരോ പേജ് മറിക്കുമ്പോഴുള്ള ആ ഒരു നല്ലൊരു സ്മെല്ല്.
അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ നോക്കും ഈ നോട്ട്ബുക്ക്. അപ്പോൾ ഇവരുടെ ആ ഒരു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ള ആ ഒരു പടങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ഈ സംവിധായകൻ്റെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുമായിരുന്നേ. അങ്ങനെ ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ശ്രീദേവിയുടെ ക്യാരക്ടർ ഏറ്റവും അവസാനം മരിക്കുന്നതും. കാരണം ഇവർ ആദ്യം ഒരു 3 പെൺകുട്ടികളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറി ഏറ്റവും അവസാനം അവരുടെ 3 പേരുടെയും ജീവിതത്തിൽ പലതരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ അതിൽ ഒരാളില്ല. അതൊരു ലാസ്റ്റ് ശരിക്കും ആ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, ആ ഒരു സ്കൂളിൻ്റെ അവിടെ രാത്രിയിൽ അവർ ആ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് വരുന്നതും ശരിക്കും അതെനിക്ക് ഇപ്പോഴും കാണുമ്പോൾ ശരിക്കും എൻ്റെ രോമാഞ്ചമൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു റൊമാൻറ്റിഫിക്കേഷൻ വരും. വല്ലാതെ എനിക്ക് കരച്ചിലൊക്കെ വരും. എനിക്ക് ചില മൂവീസ് ഉണ്ട് ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ആ ഒരു പെൺകുട്ടി മാത്രമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളത് കാണുമ്പോൾ. നിങ്ങൾ ഈ മൂവി തുടങ്ങുന്ന ആദ്യം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു മരം ഒരു കൊണ്ട് നടുന്നതൊക്കെ. അപ്പോൾ ശരിക്കും എനിക്ക് ഈ ഒരു മൂവി ഇറങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇതുപോലൊരു മരം നടണമെന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്. ചിലപ്പോൾ ഞാൻ സൈക്കിളിൽ പോകും അല്ലെങ്കിൽ നടന്നിട്ട് പോകും. അപ്പോൾ എനിക്കിവിടെ അടുത്താണ് സ്കൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അവരുമായിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, നമുക്കിതുപോലെ ഒരു കുഞ്ഞ് മരത്തൈ നമുക്ക് കൊണ്ടിട്ട് സ്കൂളിൻ്റെ അവിടെ കൊണ്ട് നട്ടാലോ, എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് ഈ മരത്തെ കാണാൻ വരണം, നമ്മുടെ കുറേ നാളത്തെ നമ്മുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അവരും കേട്ടപ്പോൾ ആ കൊള്ളാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞ് മരത്തൈ നടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ മരമൊക്കെ നടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നേരത്തെ വരണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്നു. അങ്ങനെ നമ്മുടെ സ്കൂളാണ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് മറ്റേ +2 +1 അവരുടെ ഇത് കെട്ടിടം അപ്പുറത്താണ് കേട്ടോ. ആ ഒരു സൈഡിലായിട്ടാണ്, അതായത് അവിടെ കുറേ മറ്റേ യൂക്കാലിയുടെ മരങ്ങൾ, പിന്നെ വേറെ കുറേ നല്ല നീളത്തിലൊക്കെ പോകുന്ന കുറേ മരങ്ങൾ, നല്ല ഭംഗിയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് തൈ കിട്ടി. എനിക്ക് തോന്നുന്നു അത് യൂക്കാലിയുടെ എന്തോ ആണെന്ന് തോന്നും. എന്തായാലും നല്ല നീണ്ടിട്ടുള്ള ഒരു ഇലയൊക്കെ ഉള്ളത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൂവിയിലുള്ള ഇതുപോലെയൊക്കെ ഒരു ഇലയുള്ളൊരു മരമാണ്. അപ്പോൾ ഇത് കൊണ്ട് നടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചെറിയതായിട്ടൊരു കമ്പൊക്കെ എടുത്തിട്ട് കുഞ്ഞു കുഴിയൊക്കെ കുത്തി, കുഞ്ഞു തൈയായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴിച്ച് നട്ടു. എന്നിട്ട് കുറച്ച് പൈപ്പിൽ നിന്നൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഒഴിച്ചു, സെറ്റായി. അപ്പോൾ കുറച്ച് പേരൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വേറെ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നട്ടു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ 3 പേരോട് പറഞ്ഞു എന്നിട്ട് ആ ഒരു മൂവിയിലെ ഡയലോഗ് കേട്ടോ, എനിക്ക് ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ ഡയലോഗും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും എന്തോ ഞാൻ ആ ഒരു സമയത്ത് അതിനകത്ത് ഡയലോഗൊക്കെ പറഞ്ഞു, ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സിമ്പിളായി, നമ്മുടെ ലവിൻ്റെ സിമ്പിളായി, നമ്മൾ ഒരാളായിട്ട് ഇത് നിന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ വന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കണം. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇൻ്റർവെല്ലിനൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യും കേട്ടോ സംഭവം അവിടെ ഉണ്ടോ എന്ന്. അതവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീക്കെൻഡൊക്കെ ആയി. ആ ഒരു സമയത്ത് നമ്മുടെ അവിടെ തൊഴിലുറപ്പുകാരൊക്കെ കുറേ ആൾക്കാർ നമ്മുടെ ആ ഒരു സ്കൂളിലവിടെയൊക്കെ വൃത്തിയാക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ഇതെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ടു സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചത് ഇത് മരമല്ലേ, ജസ്റ്റ് നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു, ഇനിയിപ്പോൾ മഴയൊക്കെ ആയി കഴിയുമ്പോൾ അതെന്തായാലും വളർന്നു വന്നോളും എന്നൊക്കെ ആ ഒരു പ്രതീക്ഷയിലാണ്. പിന്നെ നമ്മൾ വലിയതായിട്ട് ശ്രദ്ധിക്കാനും പോയില്ല. മൺഡേ ഞങ്ങൾ സ്കൂളിൽ വരികയാണ്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ തൊഴിലുറപ്പുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കാണുമ്പോൾ ആ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ആയിട്ടായിരുന്നു അവർ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആ സൈഡിലോട്ടൊന്നും അങ്ങനെ വരത്തില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവധി സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്തും ഇവരിനി അത് വല്ല എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു തോട്ടുണ്ട്. എന്തായാലും മൺഡേ വന്നു. രാവിലെ തന്നെ ഞാൻ സൈക്കിളിൽ ഓടിപ്പാഞ്ഞ് വന്ന് ഞാനും മറ്റേ 2 ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പൊടി പോലും ഇല്ല. അവിടെ ആ ഒരു ഭാഗം എല്ലാം അവർ നന്നായിട്ട് പുല്ലും കാടും എല്ലാം വൃത്തിയാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആ ഒരു മരത്തിൻ്റെ തൈയും കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ കുറേ പ്രതീക്ഷയോടെ നട്ടിട്ടുള്ള ഒരു മരമായിരുന്നു കേട്ടോ. അന്ന് എനിക്കൊന്ന് ആദ്യമായിട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒരു മരത്തൈയൊക്കെ കൊണ്ട് നടുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്തായാലും ചെറിയൊരു ചമ്മലും തോന്നി. അപ്പോൾ കുറേ പിള്ളേരൊക്കെ കുറേ പിള്ളേരല്ല, നമ്മൾ +2 പഠിക്കുന്ന കുറച്ചുകൂടെ ചേട്ടന്മാരോ ആരണ്ടൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വീണ്ടും ആ ഒരു മരത്തൈ നടാനായിട്ട് താല്പര്യമില്ലായിരുന്നു കേട്ടോ. കാരണം ഇതിനിയിപ്പോൾ പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ ഇത് നട്ടാലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറിച്ച് കളയും. പക്ഷേ എന്നാലും എനിക്കതെന്തോ ഭയങ്കര കുറേ ദിവസത്തേക്ക് എനിക്കതൊരു ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ഇനി ഇങ്ങനെയുള്ള മരത്തൈകളും പണികളും ഒന്നും നടത്തില്ല. കാരണം നട്ടാലും ആരെങ്കിലും ഒക്കെ പിഴുത് കളയും എന്നുള്ള ഒരു ചിന്തയായി. എന്നിട്ട് ഞങ്ങൾ വേറൊരു മരം തീരുമാനിച്ചു കേട്ടോ. അത് കുറച്ചും കൂടെ വളർന്നങ്ങോട്ട് വരുന്നൊരു മരമാണ്.
അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഈ മരം മതി, നമുക്കിനി കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ മരത്തിൻ്റെ അടുത്ത് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു തോട്ടം കാര്യങ്ങളൊക്കെ മാറ്റി. ആ ഒരു മൂവി കണ്ടിട്ട് അതിനകത്തൊന്ന് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു മരത്തെയും സംഭവങ്ങളൊക്കെ നട്ടതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് മൂവി ഒരു ടീനേജിനായിട്ടുള്ള കുട്ടികളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം കുറച്ചും കൂടെ ഫണ്ണിയാണ്. അതായത് എനിക്ക് റോമയോട് ഭയങ്കര ക്രഷായിരുന്നു. ക്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രഷ്. എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു മൂവി കണ്ടപ്പോഴാണെങ്കിലും അതിലെ സോങ്സ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും റോമയുടെ ആ ഒരു ഹെയർ കട്ട് ഉണ്ടല്ലോ, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണല്ലോ, അതിങ്ങനെ ആ ഒരു ഹെയർ കട്ട് ഇങ്ങനെ ഷോർട്ടായിട്ട് കിടക്കുന്നതും പിന്നെ റോമയുടെ ആ ഒരു സ്മാർട്ട്നെസ്സും പിന്നെ ഒരു എക്സ്പ്രസീവായിട്ടുള്ള കണ്ണുകളും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് റോമ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് റോമയുടെ ഒരു ഫസ്റ്റ് മൂവി ആയിരുന്നു അത്. അപ്പോൾ അതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫസ്റ്റ് മൂവി ആണെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ റോമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് റോമ മലയാളിയാണെന്നാണ്, പിന്നാണ് അറിഞ്ഞത് റോമ മലയാളിയൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ ഡയലോഗുകളൊക്കെ ആണെങ്കിലും കറക്റ്റ് ആ ഒരു സ്ലിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബ് ചെയ്തിട്ടുള്ളത് വേറൊരു ഡബിങ് ആർട്ടിസ്റ്റാണ്, അതെനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ കാണുമ്പോൾ എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാണ് റോമ മലയാളം പറയുന്നതെന്നൊക്കെ തോന്നിപ്പോവും. എനിക്ക് പൊതുവെ ആണെങ്കിൽ ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിലും മുടി ഞാൻ അങ്ങനെ നീട്ടി വളർത്തത്തില്ല. എനിക്കിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം ഷോർട്ട് ഹെയർ ആണ്, അത്ര വലിയ ഉള്ളൊന്നുമില്ല. പക്ഷേ ഞാനൊരു ഒമ്പതാം ക്ലാസ്സിൽ വരെ എനിക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒത്തിരി വലിയ തിക്കായിട്ടുള്ള ഹെയർ അല്ല, പക്ഷെ അത്യാവശ്യം ആ ഒരു സമയത്ത് എനിക്ക് നല്ല മുടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും കേളിയായിരുന്നില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എനിക്കൊന്ന് ഉള്ളൊക്കെ കുറഞ്ഞിട്ടൊന്ന് കേളിയായി വന്നാണ്. എന്നാൽ ഒത്തിരി സ്ട്രെയിറ്റും അല്ല, എന്നാൽ ഒത്തിരി കേളിയല്ല, ആ ഒരു രീതിയിലുള്ള ഒരു ഹെയർ ആയിരുന്നു കേട്ടോ. ഇപ്പം അമ്മയാണെങ്കിലും ഇപ്പോഴും പറയും നിൻ്റെ മുടിയെല്ലാം ആ ഒരു സമയത്ത് എന്തുമാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ല എന്നൊക്കെ ഉള്ളത്. എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഒത്തിരി മുടി ഉണ്ടെന്നുള്ളൊരു ചിന്തയേ എനിക്കില്ലായിരുന്നേ. കാരണം എനിക്ക് എപ്പോഴും എന്നിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. മറ്റു കുട്ടികളുടെ തലയിൽ നോക്കുന്നത് അത് അവർക്ക് എന്തുമാത്രം മുടിയുണ്ട്, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ട് ഞാനൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. എൻ്റെ ആ ഒരു ടീനേജ് ടൈമിലുള്ള നമ്മുടെ കുറച്ച് തോട്ട്സുകളും കാര്യങ്ങളും അതെങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് പറയാവേ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഹെയറും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമായതുകൊണ്ട് തന്നെ റോമയുടെ ഹെയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂപ്പർ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മൂവിയുടെ പകുതി ആകുമ്പോഴാണല്ലോ അതിലെ ഹീറോ, എനിക്കൊന്ന് കൃഷ്ണ അങ്ങനെ എന്തോ ഒരു കന്നഡ ആക്ടർ കണ്ടാണ് കേട്ടോ പുള്ളി വരുന്നത്. എനിക്ക് ശരിക്കും ആ ഒരു മൂവിയുടെ ആ ഒരു ആദ്യ പോർഷൻ വരെയാണ് എനിക്കിഷ്ടം. ആ ആക്ടർ വന്നിട്ടുള്ളത് എനിക്ക് എന്തോ ഒരു പൊസസീവ്നെസ് ആണ് കേട്ടോ. ആ പുള്ളി വന്നിട്ടാണ് ആ ഒരു കഥ അത്രയും കുളമാക്കിയത്, അല്ലെങ്കിൽ ശ്രീദേവിക്ക് അങ്ങനെ പറ്റിയതെന്നൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ഒരു ആക്ടറിനോട്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും അവരുടെ ആ ഒരു 3 പെൺകുട്ടികളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയും അങ്ങനെ മറ്റേ ആദ്യത്തെ ഒക്കെ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു എനിക്കിഷ്ടം. പിന്നെ അവർ തമ്മിലുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് വഴക്കുകളും പിണക്കങ്ങളും പൂജയുടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവരത് ഒത്തുതീർപ്പാക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ അങ്ങനെ എനിക്ക് റോമയോടുള്ള ക്രഷ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മൂവി കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നാളായിട്ടാണെങ്കിലും എനിക്കിങ്ങനെ ആ ഒരു ക്രഷും കാര്യങ്ങളും ഉണ്ട്. എല്ലാവരുടെയും പേരൊക്കെ പറയുന്നൊരു തത്തയാണ് ഗൈസ്, അതെവിടെ ഇരുന്ന് വല്ലാതെ ചൊറിച്ചിലാണ്. ഈ തത്തയും തന്നെ ശരിയാക്കും. ഓക്കെ ഗൈസ്, ആ ഒരു ചിത്രം ഇറങ്ങിയ സമയത്ത് ആ 3 പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ ഫെയിം ആയിട്ടുള്ളത് റോമയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സമയത്ത് കുറേ ഇനാഗുറേഷൻസ് പിന്നെ കുറേ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഈ ഫോണും യൂട്യൂബും ഒന്നും ആ സമയത്തില്ലല്ലോ. അപ്പോൾ കൂടുതലും പത്രത്തിലൊക്കെ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എനിക്ക് തോന്നുന്നു വനിതയിലും ഞാൻ പറഞ്ഞില്ല അതിനകത്തൊക്കെ ഇവരുടെ ആ ഒരു ചിത്രങ്ങളും ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഈ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ ഉണ്ടല്ലോ, അതിലാണെങ്കിലും ഇങ്ങനെ കുറേ മൂവീസിൻ്റെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഒക്കെ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഇതൊന്നും വായിക്കാറേ ഇല്ല, കാരണം യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ നമുക്കതൊരു പുതിയൊരു പത്രം വായിച്ചില്ലെങ്കിലും ഈ ഒരു സൺഡേ സപ്ലിമെൻറ്റ് വന്ന് നോക്കുമായിരുന്നു. അതിനകത്ത് മൂവീസിൻ്റെ ആക്ടേഴ്സും അല്ലെങ്കിൽ ആക്ട്രസും അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, ഞാൻ അങ്ങനെ ഈ ഒരു എനിക്കൊന്ന് പത്രത്തിൻ്റെ എന്തോ കട്ടിങ്സ് എന്തോ ആണെന്ന് തോന്നും, ഇവർ 3 പേരും കൂടെയുള്ള ആ ഒരു മൂവിയുടെ ആ ഒരു ഫോട്ടോയും പിന്നെ റോമയുടെ മാത്രമായിട്ടുള്ള ഒരു നല്ല ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു ബുക്കിൻ്റെ ബൈൻഡിൽ കൊണ്ടിട്ട് അത് ഒട്ടിച്ച് വെച്ചിട്ട് നല്ലൊരു ഫോട്ടോ ഫ്രെയിം പോലെ ആക്കിയിട്ട് ഞാനത് കൊണ്ടിട്ട് എൻ്റെ പഠിക്കുന്ന ബുക്കൊക്കെ അടുക്കി വെക്കുന്ന ഒരു അലമാരയുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ട് ഞാനിങ്ങനെ സേഫ് ആക്കി അതിങ്ങനെ ചാരി വെച്ചു. 2 ഫോട്ടോ ഫ്രെയിമുകളും ഞാൻ എൻ്റെ ബുക്കിനിടയിൽ, അതായത് ബുക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഭിത്തിയോലെ ഇങ്ങനെ ചാരി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ,
ദിവസവും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ, അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ ഇറങ്ങുന്ന ടൈമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ചെന്നിട്ട് ഞാൻ ഈ റോമിയോടും അവരുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിനകത്ത് നോക്കിയിട്ട് ഞാൻ സ്കൂളിൽ പോവുകയാണ്, വൈകിട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണേ, സന്തോഷമായിട്ട് ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇരുന്നിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക, ഇവർ മൂന്നുപേരും എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ ഞാൻ അവരോട് കുറേ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അതിന് മുന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ആക്ട്രസിനോട് ആരോടും അങ്ങനെ ഇതുപോലത്തെ വലിയ ക്രഷൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഒരു സ്കൂൾ ടൈം ഓഫ് അങ്ങനെയുള്ള കുട്ടികളാണ് അവരുടെ ആ ഒരു അഭിനയം ആ ഒരു മൂവിയിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സമയത്തുള്ള നമ്മുടെ ഇമോഷൻസുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് എന്തൊക്കെയോ കുറേ സംസാരിച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനെ കുറേ ദിവസം ഞാൻ അങ്ങനെ വൈകുന്നേരം വരുമ്പോഴും അയ്യോ ഞാനിന്ന് കുറച്ച് താമസിച്ചു പോയി വന്നത്, എന്നിട്ട് ഇങ്ങനെ റോമയോടൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം എൻ്റെ ബ്രദർ ഇത് കണ്ടു. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നേരം നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ മിക്കവാറും ദൈവത്തിൻ്റെയൊക്കെ പടത്തിനോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും, പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ. അപ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്നിട്ട് ഇങ്ങനെ, അപ്പം ഞാൻ ആ സമയത്ത് എനിക്കൊന്ന് സൈക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ പുള്ളി സൈക്കിളിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെന്ന് സംസാരിക്കുന്നതൊക്കെ ഇവൻ ചെറുതായിട്ടൊന്ന് കണ്ടു. ഇവനത് കണ്ടിട്ട് എന്നോട് വന്ന് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഈ റോമയുടെ ഫോട്ടോയും അതെല്ലാം ബുക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് എന്താ വട്ടാണോ, അയ്യേ സാധാരണ എല്ലാവരും ദൈവത്തിൻ്റെ ഫോട്ടോ എടുത്താണ് വെക്കുന്നത്, നീ എന്തുവാടി കാണിക്കുന്നത്, കുറേ നടിമാരുടെയൊക്കെ, അയ്യോ റോമ നിൻ്റെ ദൈവമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആരോടും പറയില്ലേ. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പറയത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഇവൻ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അന്നേരം ഇവൻ പറയാൻ തുടങ്ങി ഇവിടെ ദൈവമാണ് റോമ, റോമ ഇവിടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ കളിയാക്കി. എനിക്ക് ആ ഒരു സമയത്ത് അതങ്ങ് ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഫാൻറ്റസി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ കൊണ്ടു നടന്ന ഒരു കാര്യം അവനത് എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഇനി എന്ത് ചെയ്യും. എന്നിട്ട് എന്നിട്ട് ഇടയ്ക്ക് വന്ന് നോക്കും, എന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ബുക്കിനിടയിൽ ഇങ്ങനെയുള്ള നടിമാർ അങ്ങനെ ഒന്നും കൊണ്ട് വെക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ എപ്പോഴും അതെടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഇവനില്ലാത്ത സമയത്ത് വീണ്ടും അതേപോലെ തന്നെ കൊണ്ടുവെക്കും. അങ്ങനെ ആ ഒരു ക്രഷ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു റോമ പിന്നീട് ചോക്ലേറ്റ്, ലോലിപോപ്പ്, അങ്ങനെ എന്തൊക്കെയോ കുറേ പടങ്ങൾ, ദിലീപിൻ്റെ കളേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ മൂവീസും കാര്യങ്ങളും ചെയ്തല്ലോ. പക്ഷേ എനിക്ക് എത്ര കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് റോമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മൂവി നോട്ട്ബുക്ക് തന്നെയാണ്. എനിക്ക് റോമയുടെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മൂവിയിലുള്ള ക്യാരക്ടർ, അതായത് കുറേ ബോൾഡായിട്ടുള്ള കുറേ, അതുപോലെ തന്നെ കുറേ ഫ്രീ ആയിട്ട് നടക്കുന്ന, മറ്റേ കുറേ ലവ് അഫെയർസ് അങ്ങനെ പോകുന്ന മൂവീസ് എനിക്കിഷ്ടമല്ല. അല്ലാതെ കുറച്ചും കൂടെ ഫ്രീ ബേർഡായിട്ട് പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കുറച്ച് ബോൾഡായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നോട്ട്ബുക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രഷൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് റോമ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ടുള്ള കുറച്ച് റോൾസൊക്കെ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഈ പത്രത്തിലൊക്കെ കുറേ കട്ടിങ്സിലൊക്കെ കുറച്ചും കൂടെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റോമ നിൽക്കുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു നെഞ്ചിലൊരു വല്ലാത്തൊരു ചവിട്ട് കിട്ടിയ പോലെ, അതായത് ഞാനിങ്ങനെ വിചാരിച്ച റോമ ഇങ്ങനെ ആയിരുന്നില്ല, ആ നോട്ട്ബുക്ക് മൂവിയിലെ റോമ കുറച്ചും കൂടെ നല്ലതായിരുന്നു, ഇതെന്താണ് ഇങ്ങനെ. അപ്പം അവർ കുറച്ചും കൂടെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് റോമയോട് ഭയങ്കര ഒരു ഡിറ്റാച്ച്മെൻ്റായി. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങ് മാറ്റിക്കൊണ്ട് കീറിക്കളയോ എന്തോ, ഞാൻ എന്തായാലും എൻ്റെ ആ ഒരു പഠിക്കുന്നിടത്തു നിന്ന് മാറ്റി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം കളഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ ആക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ടല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഗ്ലാമറസ് ആയിട്ടുള്ള റോൾസൊക്കെ എന്തിനാണ് റോമ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ റോമയുടെ ചെന്ന് പറയും, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇമോഷൻ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി ഒരു ആക്ടേഴ്സിൻ്റെയോ ആരുടെയും പടങ്ങളൊന്നും ഇങ്ങനെ കൊണ്ട് വെക്കത്തില്ല, വേണ്ട, എനിക്കിനി എൻ്റെ സ്റ്റഡീസിലൊക്കെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നിർത്തിയിട്ട് ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേ. കാരണം ശരിക്കും എനിക്ക് ആ ഒരു റോമയോടുള്ള ക്രഷിനേക്കാൾ ഉപരി ആ ഒരു ക്യാരക്ടറിനോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട്ബുക്ക് മൂവിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസും കാര്യങ്ങളും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ക്രഷോ ആരുടെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.